നമസ്കാരം. DGPയുടെ വസതിയിൽ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ്. കണ്ടാലറിയാവുന്ന ഒരു കൂട്ടം ആളുകൾക്കെതിരെ മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ക്യാമറയും മൊബൈലുമായി അതിക്രമിച്ചു കയറിയെന്നാണ് FIR. പ്രതിഷേധക്കാരായ 5 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇതുകൂടാതെയാണ് മ്യൂസിയം SIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരെ കുരുക്കാൻ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. മ്യൂസിയം പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിച്ചിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അതിക്രമിച്ച് കടന്നതിനാണ് കേസെടുത്തിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രതിഷേധിച്ചത്. 5 മഹിളാ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. സംഭവത്തിൽ മാധ്യമപ്രവർത്തകരുടെ പേരോ സ്ഥാപനങ്ങളുടെ പേരോ FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മൊബൈലുമായി DGPയുടെ വസതിയിലെത്തി ദൃശ്യങ്ങൾ പകർത്തിയവർക്കെതിരെയാണ് കേസെടുത്തത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് പ്രവർത്തനം തടസ്സപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ് ഉദാഹരിച്ച് ഇപ്പോഴത്തെ കേസ് തിരിച്ചടിയാകുമെന്ന് മ്യൂസിയം പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാനായിരുന്നു നിർദ്ദേശം. നേരത്തെ നവകേരള യാത്രയ്ക്കിടെ നടന്ന പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 24 ന്യൂസിലെ മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. അതേസമയം യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ DYFI യുവമോർച്ച പ്രവർത്തകർ പോലീസ് നോക്കി നിൽക്കെ ഇന്നലെ തമ്മിലടിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പരശുവയ്ക്കലിൽ കരിങ്കൊടി പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരെത്തിയതോടെ പോലീസ് ലാത്തിചാർജ് നടത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ DYFI പ്രവർത്തകരെത്തി. തുടർന്ന് ഇരു സംഘങ്ങളും വടികളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് പ്രവർത്തകരെ മർദ്ദിച്ചെന്നാരോപിച്ച് കൂടുതൽ യുവമോർച്ച പ്രവർത്തകർ സ്ഥലത്തെത്തി. കരിങ്കൊടി കാണിച്ച സംഘത്തിലുള്ള യുവമോർച്ച പ്രവർത്തകൻ തൃപ്പല്ലൂർ വിപിൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് മഞ്ചവിളാകം പ്രദീപ്, BJP പ്രവർത്തകരായ 3 പേർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ പൊഴിയൂർ സ്റ്റേഷനിലേക്ക് മാറ്റി. കൂടുതൽ CPM DYFI പ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും ഇവരെ പിന്തിരിപ്പിച്ച് പോലീസ് സംഘർഷ സാധ്യത ഒഴിവാക്കി. നെയ്യാറ്റിൻകരയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന വഴി നിംസ് മെഡിസിറ്റിയുടെ സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. പ്രവർത്തകൻ പുന്നക്കാട് ജോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനീത് കൃഷ്ണയുടെ നേതൃത്വത്തിൽ തവരവിള റെജി, അനിൽ രാജ്, രതീഷ് ബാബു, അബിൻ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത്. ബാലരാമപുരം വഴിമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിന് സമീപം ബസ് കടന്നു പോകുമ്പോൾ കരിങ്കൊടിയുമായി നിന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര ഗ്രാമത്ത് ക്രിസ്മസ് പരിപാടികൾക്ക് നക്ഷത്ര വിളക്കുകൾ തൂക്കിയായിരുന്ന കോൺഗ്രസ് കൗൺസിലർ ഗ്രാമം പ്രവീണിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവീണിനെ പൂവാർ സ്റ്റേഷനിലേക്ക് മാറ്റി. പാറശാലയിലേക്ക് പോവുകയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയുമായി കാത്തുനിന്നിരുന്നു. എന്നാൽ വാഹനങ്ങൾ മറുവശത്തെ റോഡ് വഴി കടന്നുപോയതോടെ പാർക്ക് ജംഗ്ഷനിൽ സദസ്സിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന കൂറ്റൻ സ്തൂപം അടിച്ചു തകർത്തു. യുവമോർച്ച നെയ്യാറ്റിൻകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ DYFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് പോലീസുമായി വാക്കുതർക്കത്തിലായി. പിന്നീട് CPMന്റെ പ്രധാന നേതാക്കളെത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കുകയായിരുന്നു. അതേസമയം ഇന്നലെ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനമിടിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലൊടിഞ്ഞിരുന്നു. കാട്ടാക്കട ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അൻസല ദാസിനാണ് പരിക്കേറ്റത്. അകമ്പടി വാഹനം ഇടിച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുന്നതിനിടെ അകമ്പടി വാഹനം മനഃപൂർവ്വം അൻസല ദാസിന്റെ കാലിലൂടെ കയറ്റിയതായി കോൺഗ്രസ് ആരോപിച്ചു. നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നതിനിടെ കാട്ടാക്കടയിൽ വെച്ച് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത്. കരിങ്കൊടി കാണിക്കായിരുന്ന പ്രവർത്തകർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റിയ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനമാണ് അപകടം സൃഷ്ടിച്ചത്. വാതിൽ തുറന്നു പിടിച്ച നിലയിലാണ് വാഹനം ഓടിച്ചു കയറ്റിയത്.